ഫ്രണ്ട്സ്, അപ്പോൾ ഇതിലെ മലമുകളിൽ കാണുന്നതുണ്ടോ, അതൊരു ഫോർട്ടാണ് കേട്ടോ. അതിൻ്റെ പേരാണ് ദൗലത്താബാദ് ഫോർട്ട്. അതിൻ്റെ ഏറ്റവും പഴയ പേര് ദേവഗിരി ഫോർട്ട് എന്നായിരുന്നു. അത് 12ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത്. അത് വളരെ പ്രത്യേകതകളുള്ളൊരു ഫോർട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് പണിതാണിത്. ഇത് മലമുകളിൽ പാറ കുത്തിപ്പണിതൊരു കോട്ടയാണ്. ഇതിൻ്റെ പ്രധാന ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ ശത്രുക്കളെ വഴിതെറ്റിക്കുന്ന വളഞ്ഞ വഴികളും അതുപോലെ തന്നെ ചൂള പോലെയുള്ള ഗുഹകളും ഒക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഈ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രിയിൽ ആ പ്രദേശം മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് ഈ കോട്ട കാണാനുള്ള പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ ലിസ്റ്റിലില്ലാത്ത സംഭവമാണ്. എന്നാലും കൊള്ളായിരുന്നു അല്ലേ, കണ്ടായിരുന്നേ കൊള്ളായിരുന്നു, പക്ഷെ പറ്റില്ല, സമയമില്ല. അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ യാത്ര തുടരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പതുക്കെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലോറ കേവ്സ് ഉള്ളത് വെസ്റ്റേൺ ഗാർഡ്സിലെ മലനിരകളിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചൂടിൽ നിന്നും പതിയെ പശ്ചിമഘട്ടത്തിൻ്റെ തണുപ്പിലേക്കാണ് സുഹൃത്തുക്കളെ പോകുന്നത്. ഇവിടേക്ക് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടല്ലോ അച്ഛാ. സത്യം, അല്ലെങ്കിൽ ഈ മലനിരകളിലേക്ക് കയറുമ്പോഴത്തേനും അന്തരീക്ഷമൊക്കെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. ഇത് പശ്ചിമഘട്ടമാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗത്തൂടെയാണ് നമ്മളിങ്ങനെ വിൽക്കുന്നത്. എല്ലോറ കേവ്സൊക്കെ പശ്ചിമഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ എല്ലോറ കേവ്സിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. ഇനി നമ്മളകത്ത് പോയി ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടി നോക്കാം. അവിടെ കുറച്ച് ക്യൂ നിൽക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ സുഖമായിട്ട് മാറിയിരിക്കുക. പാവം കൊച്ചവിടെ വെയിലത്ത് പോയി കഷ്ടപ്പെടുകയാണ്. ദേ കണ്ട അവിടെ നിൽപ്പുണ്ട്. എന്തോരാളുകളാണെന്ന് നോക്കി. ക്യൂ ഇനി എപ്പം തീരാവോ? പഠനയാത്ര വന്ന കുട്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. അവരുടെ അധ്യാപകനാണ് നടുക്കിരിക്കുന്നത്. പുള്ളി ഇതിനെക്കുറിച്ചൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്യേണ്ടത് ഇലക്ട്രിക് വാഹനത്തിലാണ്. അപ്പോൾ ഈ ഗുഹകളൊക്കെ പല ദൂരത്തിലായതുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിലാണ് നമുക്കവിടെ എത്താൻ സാധിക്കുക. അപ്പോൾ ഓരോ സ്പോട്ടിലും ഈ വാഹനങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കും. അങ്ങനെ നമ്മൾ ആദ്യത്തെ സൈറ്റിലേക്ക് എത്തിയേക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യം കൊണ്ടെത്തിച്ച കേവ്. ഈ കേവാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ ദേ നമ്മൾ വന്ന് നിൽക്കുന്നത് ഒരു ചെറിയ സംഭവത്തിൻ്റെ മുന്നിലല്ല കേട്ടോ. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്മാരകമാണ്. അതായത് ഗുഹാക്ഷേത്രങ്ങളാണിത്. അപ്പോൾ ഇത് ഹിന്ദുമതവും ബുദ്ധമതവും ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട 34 കേവുകൾ അടങ്ങിയിട്ടുള്ള ഒരു മഹാസംഭവമാണ് ഈ എല്ലോറ കേവ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഈ 3 മതവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സൈറ്റിലെ ഒരു കേവിലേക്ക് കയറുവാണ്. സംഭവം നിങ്ങൾ കണ്ടോ? ഇത് എന്താ പറയുക, ഒരു വലിയ പാറ തുരന്ന് അതിൻ്റെ അകത്തേക്ക് തുരന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളാണ് ഗുഹാക്ഷേത്രങ്ങൾ. ഇതിലെ എല്ലാ നിർമ്മിതികളും തന്നെ അവിടെ തന്നെ വെച്ച് ആ പാറയിൽ കുത്തിപ്പണിതുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അല്ലാതെ ജോയിൻസും കാര്യങ്ങളും ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവരികയോ അങ്ങനെ ജോയിൻ്റ് ചെയ്ത് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ആ ശിലകളിൽ അവിടെ വെച്ച് തന്നെ കൊത്തി പണിതുണ്ടാക്കിയതാണ്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. നോക്കി എന്ത് ഫിനിഷിങ്ങാന്ന് നോക്കി, എന്ത് അടിപൊളിയായിട്ട് ആ കല്ലേ തന്നെ വെച്ച് കൊത്തി ഉണ്ടാക്കിയേക്കണേ. വേറൊരു കാര്യം അറിയോ, ഈ എല്ലോറ കേവ്സ് ഉണ്ടല്ലോ 6-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ടുള്ള കാലത്തായിട്ട് ഉണ്ടാക്കിയേക്കണേ.
അതായതൊന്ന് ഓർത്തു വയ്ക്കുക, പല രാജവംശങ്ങൾ, രാജാക്കന്മാർ, പല ശില്പികൾ, പിന്നെ എന്നാ പല പല തൊഴിലാളികൾ എല്ലാവരും കൂടെ ചേർന്ന് 4 നൂറ്റാണ്ടിനെ ശ്രമബലമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു മഹാസംഭവമാണ് ഈ യെല്ലോ റോക്കേഴ്സ്. എനിക്കറിയാതെ കേട്ടോ. പിന്നെ എനിക്കറിയാം, അപ്പം കോലൊക്കെ അറിയാം. ഒന്ന് പോയടാ. ഫ്രണ്ട്സ്, അപ്പം നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് കേവ് നമ്പർ 33 കേട്ടോ. ഇതൊരു ജൈന ക്ഷേത്രമാണ്. ഇതിൻ്റെ അകത്ത് ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണുള്ളത് കേട്ടോ. ഇത് യക്ഷിണിയുടെ സ്കൾപ്ചറാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാന്ന് തോന്നുന്നു യക്ഷൻ. പിന്നെ ബാക്കിയൊക്കെ തീർത്ഥങ്കരന്മാരുടെയൊക്കെ സ്കൾപ്ചേഴ്സാണെന്നാണ് പറഞ്ഞത്. എത്രാമത്തെ തീർത്ഥങ്കരന്മാർ, ആരൊക്കെ ഏതൊക്കെയെന്നൊന്നും അറിയാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിന് ജഗന്നാഥ സഭ എന്നും ഈ ഒരു കേവിന് പേരുണ്ട്. പിന്നെ ജൈനമതത്തിലെ ഓരോ തീർത്ഥങ്കരന്മാരുടെയൊക്കെ പ്രതിമകളാണ് ബാക്കിയൊക്കെ കൊത്തിവെച്ചിരുന്നത്. ഇത് അടുത്ത കേവിലേക്ക് ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് അങ്ങനെ അതെ കൊച്ചേ, അന്ത വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കാതെ വാ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതൊരു സംഭവം കണ്ടോ, അതേ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ട് ഗുഹാ ചിത്രങ്ങൾ എന്നൊക്കെ പറയണ സംഭവം കണ്ടോ. നമ്മളിപ്പോൾ ആദ്യം നിന്ന ആ കേവിൽ കണക്ട് ചെയ്ത് വീണ്ടും കയറിയത് ഇങ്ങോട്ടേക്കാണ്. കണ്ടോ, ഇത് മൊത്തം ഷൂട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളത് അതിൻ്റെ മുടിയിൽ കൊച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ സ്പോട്ടിൽ നിന്ന് ഞങ്ങൾ കണ്ടിറങ്ങി. അപ്പോൾ വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ അവരിത് രണ്ടാമത്തെ സ്പോട്ടിൽ കൊണ്ട് ഇറക്കി. ഇതാണ് കേവ് നമ്പർ 20 ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ വന്നേക്കണേ. ഇതൊരു ഹിന്ദു കേവാണ്. ഇത് ശിവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേവാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിലേക്കാണ്. ആദ്യം ഞങ്ങൾ ചെന്നത് അവിടെ കേവ് 33 എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ആദ്യം കൊണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും വണ്ടി കയറി ഇരുന്നപ്പോഴത്തേക്കും രണ്ടാമത് ഞങ്ങൾ കൊണ്ടുവന്നാക്കിയ സ്പോട്ടാണിത്. ഇവിടെ നമുക്ക് കയറി കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ അവിടേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ആദ്യം കാണിച്ചത്. അത് അടുത്ത കേവും കാര്യങ്ങളുമാണ്. അപ്പോൾ അങ്ങോട്ടേക്കും പിന്നെ ഇങ്ങനെ കിടക്കുവാണ്. ഇതിങ്ങനെ പണ്ടപ്പരപ്പനായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുവാണ്. ഇത് എപ്പോൾ കണ്ടു തീരുമെന്ന് ഒരു ഐഡിയ ഇല്ല ഫ്രണ്ട്സ്. ഇതൊക്കെ പകർത്താനായിട്ട് ഇതിൻ്റെ അകത്ത് സ്പേസ് ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. അതാണ് മെയിൻ സംഭവം. ഇതാണ് കേവ് നമ്പർ 29. ഇതിൻ്റെ അകത്ത് നമുക്ക് കയറണം. വേണ്ട, ഈ സ്കൾപ്ചറാണ് രാവണൻ കൈലാസം പൊക്കിയെടുക്കാൻ നോക്കുന്ന ഒരു പ്രസിദ്ധമായ ഇവിടുത്തെ ഒരു ശില്പമാണിത്.
ഇത് കണ്ട നടരാജ തീമിലുള്ള ഒരു ശിവൻ്റെ സ്കൾപ്ചറാണ് കേട്ടത്. ഈ കേവിൽ നമുക്ക് ശിവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുക. ശില്പങ്ങൾ, ഹൈന്ദവ ശില്പങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ എന്തോ സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തൊരു ശിവലിംഗമാണ് കേട്ടോ. ശിവലിംഗമാണ് ഇതിൻ്റെ അകത്ത്. വേറൊരു സൂത്രം ഉണ്ട് കേട്ടോ, അതെ നോക്കിയേ, വവ്വാലിൻ്റെ കൂട്ടാണ്. എൻ്റെ പൊന്നേ എന്തുമാത്രമാണ്. ഇതിവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ശില്പമാണ്, ശിവപാർവതി ശില്പമാണ്. ഇത് വളരെ പ്രസിദ്ധമാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് ഒറ്റക്കല്ലിൽ തീർത്ത കൈലാസനാഥ ക്ഷേത്രം. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത കേവിലേക്ക് വന്നേക്കുവാണ്. ഇതാണ് എല്ലോറ കേവ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേവ്. ഇതാണ് ഒറ്റക്കല്ലിൽ തീർത്ത കൈലാസനാഥ ക്ഷേത്രം. తెగించి నీ వైపు దూసుకొస్తున్న
സുന്ദരാ ചെലിനീ അപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലോറയിൽ നിന്ന് നമ്മൾ പോകുവാണ്. അപ്പോൾ നമ്മൾ കൈലാസനാഥ ക്ഷേത്രത്തിലായിരുന്നു, അവിടുന്ന് ഇനി ഇറങ്ങുവാണ്. പിന്നെ അവരോട് ചോദിച്ചു, പക്ഷെ അവിടെ ഇലക്ട്രിക് വണ്ടിയിലാണ് അങ്ങോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചാർജ് തീർന്ന് കിടക്കുവാന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമല്ല ഇത് മുഴുവൻ കണ്ടു തീർക്കുക എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ലഡാക്കാണല്ലോ. അപ്പം നമ്മൾ ആ വഴി നമ്മൾ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമൊക്കെ കണക്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നു. നമ്മൾ ഈ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള എനർജി വേണം. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിന്നാൻ പോവുകയാണ് ഗൈസ്. എന്നിട്ട് നമ്മളെന്താ നമുക്കൊരു പാർപ്പിടം, ഒരു എന്താണ് കെട്ടും കിടക്കയൊക്കെ എടുത്ത് നമ്മൾ പോകണം. എവിടെയെങ്കിലും കിടക്കാനൊരിടം കണ്ടുപിടിക്കണം. രാത്രി ആവണതിന് മുമ്പ്. ഇന്നലത്തെ പോലെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഗൈസ്. രാത്രി ആവണതിന് മുമ്പ് എങ്ങനെയെങ്കിലും നമുക്ക് ഏതെങ്കിലും പമ്പിൽ ടെൻ്റ് അടിക്കണം. ഓക്കെ ബൈ.